ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തണ്ണിമത്തൻ കിട്ടി. അതുകൊണ്ട് പല പല വിഭവങ്ങളാണ്. നമ്മൾ ഇന്നലെ ചാറ്റുണ്ടാക്കി. ഇന്ന് നമുക്ക് അതിൻ്റെ തൊണ്ട് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം, അടദോശ മാതിരി. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി. എനിക്ക് ഉണക്കലരി ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തു. മൂങ് ദാൽ, ചെറുപയർ പരിപ്പ്, തണ്ണിമത്തൻ്റെ തൊണ്ട്. ഇതിൻ്റെ പച്ചയൊക്കെ അങ്ങ് കളയണം, ആ കരിന്തൊലി കളയണം. ഇനി 2 ചുമന്ന മുളക്, കായപ്പൊടി. പച്ചമുളക് അരയ്ക്കുന്നെങ്കിൽ കായപ്പൊടി വേണ്ട, ചുമന്ന മുളകാണെങ്കിൽ കായപ്പൊടി വേണം. നമുക്ക് അരിയും മൂങ്ദാലും കുതുക്കണം. ഞാൻ അരിയും മൂങ്ദാലും ആ ചുമന്ന മുളകും കൂടെ വെള്ളത്തിയിട്ടേക്കുക. ഞങ്ങൾക്ക് 2 പേർക്ക് മതി. അതായി വളരെ കുറഞ്ഞ അളവിൽ കാണിക്കുന്നത്. തണ്ണിമത്തൻ്റെ തൊണ്ട് തൊലിയൊക്കെ കളഞ്ഞു. ഇനി ഇത്രയും കൂടെ ഉപ്പും കൂട്ടി നമുക്ക് അരയ്ക്കണം. ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂട്ടി നമുക്കിത് അരച്ചെടുക്കാം. ഇത് നമുക്ക് അരയ്ക്കണം. ഇതിനകത്തോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിടാം. ശരീരം തണുക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പം നമുക്ക് തണ്ണിമത്തൻ ഇങ്ങനെ കഴിച്ചാൽ. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ ഇതും വെള്ളമായ കാരണം ദോശയ്ക്ക് നല്ല വെള്ളമാകും. അപ്പോൾ കനം കുറഞ്ഞ ദോശയാകും, അതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഇതിൻ്റെ തൊലി വെച്ച് ഉള്ളതാ ചട്ടിണി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ലേശം കായപ്പൊടി, അത് അവരവരുടെ സ്വാദിനനുസരിച്ച് ഇടണം. കായപ്പൊടി, പാകത്തിന് ഉപ്പും. ഇത് നല്ലോണം ഒന്ന് ഇളക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ചട്ടിണി റെഡിയാക്കാം. നമ്മൾ ഈ വാട്ടർമെലൻ്റെ തണ്ണിമത്തൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞില്ല, ഇതിൻ്റെ ആ കരിന്തൊലി കളഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ബാക്കി ഇതെടുത്ത് ചെറുതായിട്ട് അങ്ങ് അരിയണം. നമുക്ക് വഴറ്റണം. ചട്ടിണി ദോശ അത് തന്നെ, ചട്ടിണി അത് തന്നെ. ഇനി ഇത് നമുക്ക് ചട്ടിണി അരയ്ക്കാം. ചട്ടിണിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നലക, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ചുമക്കെ മൂക്കണം. കുറേശ്ശെ മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് 1 തണ്ട് കറിവേപ്പില. മുളക് ഇടണം. മുളക് അവരവരുടെ ഏരിയയുടെ ആവശ്യത്തിന്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ച തണ്ണിമത്തൻ്റെ തൊണ്ടും കൂടി ഇടാം. പാകത്തിന് പുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം എടുത്തു. നല്ലോണം വഴലണം. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം. ഉള്ളി എല്ലാം കൂടെ ഒഴിക്കാം. അത് നല്ലോണം വേവും. ഇന്നാക്കിയിരിക്കട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് മതി. നമുക്ക് തുറക്കാം. ഇപ്പം നല്ല പാകമായി. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിത് അരച്ചെടുക്കാം. ഇത് തണുത്തു. ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം.
ദോശ ഉണ്ടാക്കാം. ഇനി ദോശക്കല്ല് അടുപ്പേ വെച്ച് നമുക്ക് ദോശ നോക്കാം. ഇത് തിരിച്ചിടാം. ഇനി നമുക്ക് ഇതെടുത്തിട്ട് അടുത്തത് ഒഴിക്കാം. ഇനി തിരിച്ചിടാം നമുക്ക്. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ തണ്ണിമത്തൻ ദോശയും തണ്ണിമത്തൻ സമ്മന്തി റെഡിയായി. എല്ലാവരും ഈ സീസണിൽ ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയും സമ്മന്തിയുമാണ്.